അതുപോലെ മൈത്ര ഒന്നാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ശ്രീ ശുകോവാച്ച അല്ലെ, ഭഗവാൻ ശുകദേവ് ഗോസ്വാമിയാണ് ആദ്യം പറയുന്നത്. നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ കാൻഡോയില് 8ാമത്തെ അധ്യായത്തിൽ ധാരാളം ക്വസ്റ്റ്യൻസ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2ാമത്തെ കാൻഡോയിൽ ഒത്തിരി ആൻസേഴ്സ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളിപ്പോ 3ാമത്തെ കാൻഡോ എത്തി. ഇനി ഇവിടെ പല കാര്യങ്ങൾ പലരും സംസാരിക്കുന്നത് പലയിടത്ത് നിന്ന് കോട്ട് ചെയ്ത് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശുകദേവ് ഗോസ്വാമി ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി, എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെ. അപ്പൊ ഇവിടെ വീണ്ടും ശുകദേവ് ഗോസ്വാമി വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞു, ഭക്ത ഉത്തമനായ രാജാവ് വിദുരൻ സമ്പദ് സമൃദ്ധമായ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിച്ച ശേഷം മഹാത്മാവായ മൈത്രേയ ചോദ്യം ചോദിച്ചു. അപ്പോ മൈത്രേയ മുനിയോട് ചോദിച്ചതായിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിലും 3rd കാൻഡോയിലെ ആദ്യത്തെ 4 അധ്യായങ്ങള് വിദുരരും ഉദ്ധവനും തമ്മിലുള്ള സംവാദമായിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഉദ്ധവരും വരും. അപ്പൊ ഉദ്ധവരും വിദുരനുമായിട്ടുള്ള സംഭാഷണം അല്ലെങ്കിൽ സംവാദമായിട്ടാണ് പോകുന്നത്. ഇവിടെ 1ാമത്തെ ചോദ്യം ചോദിച്ചത് ശുകദേവ് ഗോസ്വാമിയാണ്. അപ്പൊ എന്താണ് അവിടെ പ്രവേശിച്ച ശേഷം മൈത്രേയ മഹർഷിയോട് എങ്ങനെയാണ് ചോദിച്ചത്, എന്താണ് ചോദിച്ചത്? അപ്പൊ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ചു എന്നുള്ളത്, ഹസ്തിനപുരത്തിലെ കൊട്ടാരം ഉപേക്ഷിച്ച് വിദുരർ എവിടേക്ക് പോയി? വനത്തിലേക്ക് പോയി അല്ലെ. അദ്ദേഹം പ്രവാസ തീർത്ഥത്തിലേക്കൊക്കെ ഒരു പിൽഗ്രിമേജ്, ഒരു തീർത്ഥാടനത്തിനായി പോയി. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്തൊക്കെ ആയിരുന്നു. അതിനു മുന്നേ അദ്ദേഹം എന്ത് ചെയ്തു? ഗൃഹം ഉപേക്ഷിച്ച്, കൊട്ടാരം ഉപേക്ഷിച്ച് അദ്ദേഹം പോയി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ശ്ലോകം 2 എന്താണ് പറയുന്നത്? പാണ്ഡവരുടെ വാസഗൃഹത്തെ കുറിച്ച് മറ്റെന്തൊക്കെയാണ് പറയുവാനുള്ളത്? സമസ്ത പ്രപഞ്ചത്തിന്റെയും പ്രഭുവായ സർവേശ്വരനായ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ മന്ത്രിയെ പോലെ വർത്തിച്ചു. അദ്ദേഹം സ്വന്തം ഭവനത്തിൽ എന്ന പോലെയാണ് പാണ്ഡവരുടെ ഭവനത്തിൽ പ്രവേശിച്ചിരുന്നത്. അതേസമയം ദുര്യോധനന്റെ ഭവനത്തെ ഗൗനിച്ചതേയില്ല. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഭക്തവത്സലനാണ്. അപ്പൊ ഭഗവാൻ സ്വന്തം ഭക്തന്മാരുടെ ഭവനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പാണ്ഡവരുടെ ഭവനത്തിൽ പലപ്പോഴും ഭഗവാൻ പ്രവേശിച്ചിരുന്നു അല്ലെ. എപ്പോഴും ഒട്ടുമിക്ക സമയത്തും ഇവിടെ തന്നെ പാണ്ഡവര് വനത്തിലായിരുന്ന സമയത്തും ഭഗവാൻ വനത്തിലായിരുന്നു. അല്ലാതെ ഭഗവാൻ പോയി ദ്വാരകയിലെ കൊട്ടാരത്തിലല്ല കഴിഞ്ഞത്. ഭഗവാൻ എപ്പോഴും എവിടെയായിരുന്നു? പാണ്ഡവരുടെ കൂടെയായിരുന്നു. പക്ഷേ ദുര്യോധനന്റെ ഭവനം എന്ന് പറയുന്നത്, ഹസ്തിനപുരം കൊട്ടാരം എന്ന് പറയുന്നത് വളരെയധികം ഒപ്പുലൻസസ്, വളരെയധികം വിഭൂതികൾ നിറഞ്ഞതാണെങ്കിൽ പോലും ഭഗവാൻ അങ്ങോട്ടേക്ക് പോയതേയില്ല, ഗൗനിച്ചതേയില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പാണ്ഡവരുടെ വാസഗൃഹത്തെ കുറിച്ച് ഇനി എന്തൊക്കെ പറയാനുണ്ട്? പാണ്ഡവരുടെ വാസഗൃഹം എന്ന് പറയുമ്പോൾ അത് ഭക്തന്മാർ, പരിശുദ്ധ ഭക്തന്മാരായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ഇവിടെ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ നമുക്ക് പറയുന്നുണ്ട്, തദ്ധാമ വൃന്ദാവനം. വൃന്ദാവനത്തിൽ ഭഗവാൻ എങ്ങനെയാണോ ഓടിക്കളിച്ച് നടന്നത്, അതുപോലെ തന്നെ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളുടെ അടിഭാഗത്തുള്ള എല്ലാ ഓസ്പീഷ്യസ് ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിഹ്നങ്ങളും ആ വൃന്ദാവനത്തിലെ മണ്ണിലെല്ലാം പതിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആ വൃന്ദാവനത്തിലെ മണ്ണില് ആ പാദമുദ്രകൾ പതിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പിന്നെ ഒരു ആനിമൽ പോലും, ഒരു പശു, ഒരു ഗോമാത പോലും അതിന് മുകളിലൂടെ നടക്കില്ല അത്ര. അപ്പോ അത്രയ്ക്ക് മംഗളകരമാണ് ഭഗവാന്റെ തൃപാദങ്ങളുടെ ആ ഒരു സ്പർശം, ആ ഒരു മുദ്ര എന്ന് പറയുന്നത്. അപ്പോ അതിനെ മാറി ഭഗവാൻ പോയതിന് പിന്നാലെ പോകുമ്പോഴും ആ മുദ്രകൾ കണ്ടുകൊണ്ട് സൈഡിലൂടെ അവർ നടന്നു പോകും. അതിന്റെ മുകളിലേക്ക് അവര് ചവിട്ടില്ല. അത്രയ്ക്കും പരിപാവനമാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള തദ്ധാമ വൃന്ദാവനം, വൃന്ദാവനം എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാന്റെ ഓരോ ഫീച്ചേഴ്സും. ഭഗവാനെ നമ്മള് ഓരോ പാരഫോർണേലിയ വെച്ചിട്ട് നമ്മളിപ്പം വെഞ്ചാമരം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പം മണി ഉപയോഗിക്കുന്നു ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നൈവേദ്യം അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ മണി ഉപയോഗിക്കും അല്ലെ. അല്ലെങ്കിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഭഗവാന്റെ നിവേദ്യം അർപ്പിക്കാനുള്ള പാത്രങ്ങള്, ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്നുവോ ഭഗവാനെ സംബന്ധിച്ചുള്ള എല്ലാം തന്നെ സ്വയം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ തന്നെ എന്തും എടുക്കണം, ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവകകളും ഉപയോഗിക്കണം. അതുപോലെ ഭഗവാനെ സംബന്ധിച്ചുള്ള
ധാമങ്ങളായാലും വൃന്ദാവനം, ഗോകുലം, അല്ലെ, അങ്ങനെയുള്ള ഏതൊരു ധാമം, മധുര, ദ്വാരക, എല്ലാം തന്നെ സ്വയം ഭഗവാനാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ തദ്ധാമ വൃന്ദാവനം, അത് ഭഗവാന്റെ നാമം ഭഗവാനിൽ നിന്നും ഒട്ടുമേ ഭിന്നമല്ല എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാന്റെ ധാമവും ഒട്ടും തന്നെ ഭിന്നമല്ല. അതുപോലെ അപ്പൊ അതേ ഇമ്പോർട്ടൻസ്, അതേ പ്രാധാന്യം, വൃന്ദാവനത്തിനുള്ള അതേ പ്രാധാന്യം തന്നെ ഭക്തന്മാരുടെ ഹൃദയത്തിനും അതുപോലെ ഭക്തന്മാരുടെ വസതിക്കും ഉണ്ട്. അപ്പോ നമ്മുടെ വസതിയെല്ലാം ക്ഷേത്രമാണ്. ഭഗവാൻ സ്വയം അവിടെ വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഗൗഡിയ അചിന്ത്യ അഭേദ തത്വ സംഹിത അനുസരിച്ച്. അചിന്ത്യ ഭേദ തത്വം എന്ന് പറഞ്ഞാല് അഭേദം ഭേദം, അത് ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്തമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തമാണ്. എന്താന്ന് വെച്ചാല് ഒന്നുമേ ഭേദമുണ്ട്, എന്നാൽ അഭേദവുമാണ്. എന്താണ് ഭേദവും അഭേദവും? ഭേദം ഉണ്ട്, ഭേദമില്ല എന്ന് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്വർണ്ണ ഖനി എടുത്തു കഴിഞ്ഞാല് സ്വർണ്ണ ഖനിയിലുള്ള സ്വർണത്തിന് ഒരു ക്വാണ്ടിറ്റി എത്രത്തോളമുണ്ട്? ധാരാളമുണ്ട്, അല്ലെ? അത്രയും ഇല്ല നമ്മൾ ചെവിയിൽ അണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണ ആഭരണം. പക്ഷെ രണ്ടിന്റെയും ക്വാളിറ്റി, ഗുണം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അളവ്, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അളവിൽ വ്യത്യാസമുണ്ട്. സ്വർണ്ണ ഖനിയിൽ എത്രത്തോളം സ്വർണമുണ്ടോ അത്രയും സ്വർണം എന്ന് നമ്മൾ കഴുത്തിൽ മാലയായിട്ട് അടിച്ചു ഉരുട്ടി വെച്ചിട്ടില്ല, അല്ലെ? മാലയെന്ന് പറഞ്ഞാൽ 1 പവൻ, 2 പവൻ, അല്ലെങ്കിൽ 10 പവൻ, അല്ലെങ്കിൽ 25 പവന്റെ മാലയാണ് നമ്മൾ ഡെയിലി വേറെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചോളൂ. പക്ഷേ എന്നാലും സ്വർണ്ണ ഖനിയിലുള്ള അത്രയും സ്വർണം ഉണ്ടോ അതിനകത്ത്? ഇല്ല. അപ്പൊ അളവിൽ എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. അതേസമയം ഗുണത്തില് വ്യത്യാസം ഇല്ല. ഇനി ക്യാരറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 22 ക്യാരറ്റ് 24 ക്യാരറ്റ് നോക്കിയാലും അതേ ക്വാളിറ്റി തന്നെ സ്വർണത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോ ഭഗവാന്റെ കാര്യം വരുമ്പോഴേ ഭഗവാൻ വിഭുവാണ്, നമ്മളെല്ലാം അണുവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്കുണ്ട്. എല്ലാ സവിശേഷതകൾ ജീവാത്മാവിനുണ്ട്. പരമാത്മാവിനുള്ള അല്ലെങ്കിൽ ഭഗവാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ഒരു ജീവാത്മാവിനുണ്ട്. പക്ഷേ അത്രയും അളവിൽ എന്തില്ല? ഭഗവാന്റെ അത്രയും തന്നെ അളവില് നമുക്ക് അത്രയും ഗുണഗണങ്ങളില്ല. ഭഗവാൻ ഷഡ് ഐശ്വര്യ സമ്പൂർണനാണ്. അത്രയും ഷഡ് ഐശ്വര്യ സമ്പൂർണത നമുക്കില്ല. നമ്മൾ മമൈവാംശോ ജീവലോകെ എന്ന് ഭഗവത്ഗീതയിലെ 15.7 ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ആ ഗുണഗണങ്ങളെല്ലാം നമുക്കുണ്ട്. എങ്കിൽ പോലും അളവിൽ നമുക്ക് വ്യത്യസ്തതയുണ്ട്. ഭഗവാൻ വിഭുവും നമ്മൾ വെറും അണുവാണ്. അപ്പൊ അതാണ് ഇവിടെ അചിന്ത്യ അഭേദ തത്വം പറയുന്നത്. അപ്പൊ നമ്മളും ഭഗവാനും തമ്മിൽ ഭേദവും അഭേദവും ഉണ്ട്. നമ്മൾ ഒരിക്കലും ഏട്ടുമൂത്ത് എസ് ഐ ആവും എന്ന് പറയുന്ന മാതിരി നമ്മൾ മൂത്ത് ഭഗവാനാവും എന്ന് പറയുന്ന ഫിലോസഫിക്കാരുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ ഭഗവാന്റെ അംശം മാത്രമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയിൽ തന്നെ നിൽക്കും. നമുക്ക് മറ്റൊരാളാകാൻ കഴിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഭഗവാനാകാൻ കഴിയും? നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരേപോലെ, നമ്മൾ ട്വിൻസ് ഇരട്ടകളെ കണ്ടാൽ പോലും അവർ തമ്മിൽ കുറച്ചെങ്കിലും വ്യത്യസ്തത ഉണ്ടാവില്ലേ? ഒരേ നിറം, തൊലിയുടെ നിറം പോലും, നമ്മുടെ ത്വക്കിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ വെളുപ്പ്, അല്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ബ്രൗൺ കളർ, ഇങ്ങനെയുള്ള നിറമാണ് നമുക്ക് അറിയുന്നത്. അതിന് എത്രത്തോളം വെറൈറ്റി നിറങ്ങളാണ് നമുക്ക്. ഒരു 100 പേരെ നിരത്തി നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും ഒരേ നിറമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കറക്റ്റായിട്ട് ഒരേ നിറത്തിൽ നമുക്ക് രണ്ടുപേരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഓരോ ജീവജാലങ്ങളുടെയും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ജീവജാലവും വളരെ വ്യത്യസ്തമായിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? രണ്ടാൾക്കും ഒരേ മൂക്ക് അല്ലെങ്കിൽ ഒരേ കണ്ണ് എന്ന് വളരെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഓരോ ജീവജാലത്തിനുമുണ്ട്. അപ്പൊ ആ സൃഷ്ടി എന്ന് പറയുന്നത് എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിൽ പോലും ഒരേപോലെ ആണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു സാദൃശ്യം കൽപ്പിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഫുൾ ഒരുപോലെ ഡിറ്റോ സെറോക്സ് കോപ്പി ആണ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ആണ് എന്ന് പറയാനായിട്ട് ഒരു സൃഷ്ടിയും നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും വിഭുവാണ് ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ പരിശുദ്ധിയുള്ള ഭക്തന്മാരുടെ വീട്ടിലേക്കാണ് ഭഗവാൻ എത്തിച്ചേരുക. അപ്പോ ദുര്യോധനന്റെ ആ ഒരു ഭവനത്തിലേക്ക് ഒരിക്കലും ഭഗവാൻ എത്തിയിരുന്നില്ല എന്ന് പറയാണ്. ഇനി ഇവിടെ നമ്മൾ 3-ാമത്തെ ശ്ലോകം നോക്കുമ്പോൾ
രാജാവ് ശുകദേവ് ഗോസ്വാമിയോട് ചോദിച്ചു, പുണ്യാത്മാവായ വിതുരനും മൈത്രേയ മഹാമുനിയും എവിടെ എപ്പോഴാണ് സന്ധിച്ചതും സംവാദം നടത്തിയതും? പ്രഭു ദയവായി ഞങ്ങൾക്കത് വിവരിച്ചു തന്നാലും. അവിടെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഗംഗാ നദീതടത്തിലെ ധാരാളം പേര്, അല്ലെ, വ്യാസമുനിയും നാരദമുനിയും അടക്കം സൂത ഗോസ്വാമിയും അടക്കം ധാരാളം ഋഷിമാർ അവിടെ വന്നിരുന്നു. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, അങ്ങ് എന്ത് ചെയ്യണം? പുണ്യാത്മാവായ വിതുരനും, അതുപോലെ പുണ്യാത്മാവായ വിതുരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിതുരൻ വളരെ നല്ലൊരു ഭക്തനായിരുന്നു. ഇവിടെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞു, ദുര്യോധനന്റെ ഭവനത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിരുന്നില്ല, പക്ഷെ വിതുരരുടെ ഭവനത്തിലേക്ക് പലപ്പോഴും ഭഗവാൻ പോയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും പറഞ്ഞു, വിതുരാണിയിൽ നിന്നും ആ പഴത്തൊലി വാങ്ങി കഴിച്ചത്, അല്ലെ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ അത്രയ്ക്കും ഭക്തരായിരുന്നു വിതുരനും അതുപോലെ തന്നെ വിതുരാണിയും. വിതുരനെ കുറിച്ച് ഇനി അടുത്ത ഒരു ചാപ്റ്ററോ ശ്ലോകമോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനി അതിൽ പറയുന്നുണ്ട്, ഉദ്ധവൻ പറയുന്നുണ്ട്, ഭഗവാൻ ഈ ലോകം വിട്ട് തന്റെ ധാമത്തിലേക്ക് പോകുന്നതിന് മുന്നേ വിതുരരെ കുറിച്ച് ഓർത്തിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും മുമ്പൊക്കെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ സ്മരിക്കുന്ന ഭക്തന്മാരുണ്ട്, പിന്നെ ഭഗവാൻ സ്മരിക്കുന്ന ഭക്തന്മാരും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഭഗവാനെ കുറിച്ച് സ്മരിക്കും, അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കും, പക്ഷെ ഭഗവാൻ എന്നെ കുറിച്ച് സ്മരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? അറിയില്ല, അല്ലെ? പക്ഷെ ഹനുമാൻ സ്വാമിയും അതുപോലെ വിതുരരും അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ എപ്പോഴും സ്മരിക്കുന്നുണ്ട്. പരിശുദ്ധ ഭക്തന്മാരാണെങ്കിൽ നമ്മൾ സ്മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ ആ ഒരു ഭക്തനെ സ്മരിക്കും എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ അതുകൊണ്ടും എന്തെന്ന് പറയാം, പുണ്യാത്മാവെന്ന് പറയാം. പലതരത്തിൽ ഇനി എന്തൊക്കെയാണ് വിതുരരുടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുണ്യാത്മാവെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ മൈത്രേയ മഹാമുനിയും വിതുരരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ആ ഒരു സാഹചര്യം എന്താണ്, അതിന്റെ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അത് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയായിരുന്നു എന്നെല്ലാം അറിയാനായിട്ട് പരീക്ഷത്തിന് താല്പര്യമുണ്ട്. കാരണം പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അപ്പുറത്തേക്ക് പോയതാണ്, അല്ലെ, വിതുര മൈത്രേയ സംവാദത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ വേഗമായിട്ട് അതെങ്ങനെയാ മൈത്രേയ മുനി, അതാരാ, വിതുരരാരാ, ഇങ്ങനെ അതെങ്ങനെയാ തുടങ്ങിയേ, ഇത് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ, അല്ലെ, ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ പരീക്ഷിത്ത് മഹാരാജാവിനും അതെങ്ങനെയാണ് എന്ന് മുൻകൂട്ടി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ് ശുദേവ് ഗോസ്വാമിയോട്, എങ്ങനെയായിരുന്നു, എപ്പോഴാണ് അവർ സന്ധിച്ചത്, എവിടെ വെച്ചാണ്, അതിനു മുന്നേ എവിടെയായിരുന്നു അവർ രണ്ടുപേരും? അപ്പോ മൈത്രേയ മുനി എവിടെ നിന്ന് വന്നു, വിതുരർ എവിടെ നിന്ന് വന്നു, എവിടെ വെച്ചാ അവർ കണ്ടത്, അവർ എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിയോട് ചോദിക്കുന്നത്. അപ്പൊ പ്രഭു ദയവായി അത് ഞങ്ങൾക്ക് എല്ലാവർക്കുമായി വിവരിച്ചു തന്നാലും എന്നാണ് ഇവിടെ ശുകദേവ് ഗോസ്വാമി പറയുന്നത്. നമ്മൾ നേരത്തെ ദുര്യോധനന്റെ ഭവനത്തെ ഗൗനിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു പോയിന്റ് കൂടി ഓർക്കാനുള്ളത് എന്ന് പറഞ്ഞാല്, ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യാണ്, എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുകയാണ്, അദ്ദേഹത്തെ സൽക്കരിക്കുകയാണെങ്കിൽ ആ സൽക്കരിക്കുന്നത് അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടിയാണ് സൽക്കരിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കും, അല്ലെ? അല്ലെങ്കിൽ അദ്ദേഹം അതിഭയങ്കരമായിട്ട് വിശന്നിട്ടായിരിക്കണം വരുന്നത്, എങ്കിൽ എന്ത് ചെയ്യും? വിശപ്പ് സഹിക്കാൻ സ്നേഹമൊന്നുമില്ല, എന്നാലും എന്ത് ചെയ്യാം, വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനങ്ങ് കഴിച്ചെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് സ്വീകരിക്കും. പക്ഷെ ദുര്യോധനന്റെ ഭവനത്തിലേക്ക് ഭഗവാൻ പോകാതിരുന്നതിന്റെ കാരണം എന്താ? ഭഗവാൻ ഒരിക്കലും വിശക്കുന്നില്ല. വിശപ്പുണ്ടെങ്കിൽ ഞാൻ വന്ന് കഴിക്കാമായിരുന്നു. അങ്ങനെ എനിക്ക് അമിതമായ വിശപ്പുമില്ല, പിന്നെന്താണ്, എനിക്ക് നിന്നോട് ഒരു സ്നേഹമില്ല. കാരണം എന്താ? ദുര്യോധനന് ഭഗവാനോടും ഒരു സ്നേഹമില്ല, അതുകൊണ്ട് തന്നെ ഭഗവാന് അങ്ങോട്ടും സ്നേഹമില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കലും കൗരവരുടെ ഭവനങ്ങൾ സന്ദർശിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തില് ഭവനത്തിലും ആണ് ഭഗവാൻ വസിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി വിതുരരുടെയും ഉദ്ധവരുടെയും കൂടുതൽ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വേർഗ് ഐഡിയ എന്താണെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും വിഷമിക്കേണ്ട, അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ സ്റ്റോറീസ് കൂടുതലായിട്ട് പറയാം. കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, യമരാജിനെ കോഴ്സ് ചെയ്ത ഒരു മുനിയുടെ പേര് മാണ്ഡവ്യ മുനിയാണ്. മണ്ടൂക്ക മുനി എന്ന് പറഞ്ഞത് മണ്ടൂക്കായും മാണ്ഡവ്യം ഒരാളാണോ എന്ന് അറിയില്ല, ഞാൻ നോക്കിയിരുന്നു. ശ്ലോകത്തിൽ മാണ്ഡവ്യ മുനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ.
വന്നപ്പോൾ പ്രഭുപാദരുടെ കോപം വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. പിടിപ്പുകേടിന്റെ പേരിൽ അദ്ദേഹം ഗുരുദാസന് നേരെ ഗർജിച്ചു. സുരഭയോടും അദ്ദേഹം തട്ടിക്കയറി. അവരെ എല്ലാവരോടും അദ്ദേഹം ആക്രോശിച്ചു. നിർദ്ദേശങ്ങൾ വായിക്കാനോ വീഴ്ചകൾക്ക് വിശദീകരണം നൽകാനോ ആരും ധൈര്യപ്പെട്ടില്ല. വിളറിയ മുഖം കാട്ടുവാനും ഖേദിക്കാനുമല്ലാതെ മറ്റൊന്നും ചെയ്യാനായില്ലായിരുന്നു. ഈ അലങ്കോലമൊക്കെ അവഗണിച്ചാൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ എന്ന് പ്രഭുപാദർ പെട്ടെന്ന് ചോദിച്ചു. സുരഭിയുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള മുറിയെങ്കിലും നിങ്ങൾക്ക് പണി തീർത്ത് തയ്യാറാക്കാൻ കഴിയുമോ? ഇത് നമ്മുടെ സമിതിക്കൊരു അപമാനമാണ്. ആളുകൾ എന്ത് വിചാരിക്കും? നാം ഇത് എല്ലായിടത്തും പ്രഖ്യാപനം ചെയ്തു കഴിഞ്ഞു. വാസ്തവത്തിൽ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. ശ്രീല പ്രഭുപാദ് സുരഭി മറ്റൊരു പൊട്ടിത്തെറിക്ക് തന്നെ ശരവ്യമാക്കിക്കൊണ്ട് ഭയത്തോടെ പറഞ്ഞു. പ്രഭുപാദർ തന്റെ സ്വരത്തിൽ അല്പം മാറ്റം വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഓഹോ, നിങ്ങൾ അത് സംബന്ധിച്ച പ്രചരണമൊന്നും നടത്തിയിട്ടില്ല അല്ലേ? ആരെയും ക്ഷണിച്ചിട്ടുമില്ലേ? ഇല്ല പ്രഭുപാദ, വൃന്ദാവനത്തിലുള്ള ആളുകളോട് പറഞ്ഞിട്ടില്ല. അവർക്കത് ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഉദ്ഘാടനം ചെയ്യാറായിട്ടില്ലെന്ന് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതൊരു പ്രഹസനമാണ്, പ്രഭുപാദർ കുറ്റപ്പെടുത്തി. ഇതൊരു ദുരന്തമാണ്. നീരസത്തോടെ അദ്ദേഹം തന്റെ വൃന്ദാവനത്തിലെ കാര്യകാരന്മാരുടെ നേരെ നോക്കി. നമുക്ക് ഉദ്ഘാടനം നടത്തണം. എങ്ങനെ? നമുക്ക് ജന്മാഷ്ടമി നാളിൽ അത് നടത്താം, സുരഭി പറഞ്ഞു. ശ്രീല പ്രഭുപാദ് വാതിലുകൾ തയ്യാറായിട്ടില്ല. അവർ തടി മുറിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രഭുപാദർ അർച്ചന മൂർത്തികളെ സംബന്ധിച്ച വിവരം യമുനയോട് ചോദിച്ചു. അവരുടെ അടയാഭരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ സിംഹാസനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും യമുന മറുപടി പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം അവരോട് ചോദിച്ചു. യമുന പറഞ്ഞു, എനിക്ക് പറയാൻ ഒട്ടും തന്നെ അർഹതയില്ല. എങ്കിലും ക്ഷേത്രം അന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നത് മിക്കവാറും അസാധ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂജാരിയും ഇല്ല. അനിശ്ചിതത്വവും പരാജയവും അംഗീകരിക്കുന്ന മനോഭാവത്തോടെ പ്രഭുപാദർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കത് നടത്തേണ്ടതില്ല. പക്ഷെ നാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം ആളുകളെ വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ ആരും എന്നെ അറിയിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുക. നമുക്കെന്ന് ക്ഷേത്രം തുറക്കാം. പ്രഭുപാദർ ചോദിച്ചു. ദീപാവലി ദിനത്തിൽ സാധിക്കുമോ? ഒക്ടോബറിലോ? ലീല പ്രഭുപാദർ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ജന്മദിനത്തിലായാലോ? ഒരു ഭക്തൻ നിർദ്ദേശിച്ചു. അത് ഡിസംബർ അവസാനമാണ്. പ്രഭുപാദർ അസന്തുഷ്ടൻ എന്ന് തോന്നും വിധം മൗനം പൂണ്ടു. സർവീസ് അഭിപ്രായപ്പെട്ടു. അതിന് 6 മാസം അല്ല, യഥാർത്ഥത്തിൽ 7 മാസം എടുക്കും. അപ്പോൾ പ്രഭുപാദർ ഏപ്രിൽ മാസത്തിൽ വരുന്ന രാംനവമി ദിവസം തിരഞ്ഞെടുത്തു. അത് ഉദ്ഘാടന ദിവസം. മായാപൂരിലും വൃന്ദാവനത്തിലും ആണ്ടിൽ ഒരിക്കൽ ഭക്തന്മാർ വന്നുകൂടുന്ന കാലത്തോടെ ചേർന്നും വരും. ആത്യന്തികമായി തന്റെ ശിഷ്യന്മാരുടെ നേരെയുള്ള പ്രഭുപാദരുടെ രോഷം സാന്ദർഭികം മാത്രമായിരുന്നു. അവരുടെ മൗഢ്യത്തിന് അർഹിക്കുന്ന പ്രതികരണം. അത് അവരെ ഉപദേശിക്കുന്നതിലും പരീക്ഷിക്കുന്നതിനുമുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. എന്നാൽ വൃന്ദാവനത്തിലെ തന്റെ ഭക്തിയുത സേവനം അപ്പോഴും മൂർത്തരൂപം കൈക്കൊള്ളാത്തതിൽ അദ്ദേഹത്തിനുള്ള ആധ്യാത്മികമായ അക്ഷമയും മോഹഭംഗവും കൂടുതൽ ആഴത്തിലുള്ളതായിരുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ മഹിമയ്ക്ക് ഒരു ഗംഭീരവും മനോഹരവുമായ ക്ഷേത്രം, കൃഷ്ണാവബോധം ലോകത്തൊട്ടാകെ സുസ്ഥാപിതമാക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് തന്റെ ആത്മീയ ഗുരുവിനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഉപഹാരമാണ്. അദ്ദേഹം കൃഷ്ണനോട് അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും അത് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ആ ജോലി ചെയ്ത് തീർക്കുന്നതിൽ പ്രഭുപാദരുടെ ശിഷ്യന്മാർക്കുണ്ടായ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ചയുടെ ഭാരവും മനോവ്യഥവും പ്രഭുപാദർക്ക് തന്നെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കൃഷ്ണ സേവനത്തിൽ അദ്ദേഹത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഒരാളുടെ കയ്യും കാലും അവയുടെ കൃത്യം നിർവഹിക്കാതിരുന്നാൽ ശരീരത്തിനാകെ ക്ലേശം ഉണ്ടാകുന്ന പോലെ അദ്ദേഹത്തിന്റെ ഇച്ഛകൾ പ്രാവർത്തികമാക്കുന്നതിൽ ശിഷ്യന്മാർക്കുണ്ടാവുന്ന പരാജയം അദ്ദേഹത്തിന് സംഭവിക്കുന്ന നഷ്ടമാണ്. ഈ വിധത്തിൽ ജന്മാഷ്ടമി ദിനത്തിൽ കൃഷ്ണ ബലരാം മന്ദിർ തുറക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയതിന്റെ ആധ്യാത്മിക വ്യഥ അദ്ദേഹം അനുഭവിച്ചു. പ്രഭുപാദരുടെ മാനസികാസ്വാസ്ഥം ആധ്യാത്മികമായിരുന്നെങ്കിലും തികച്ചും യഥാർത്ഥവുമായിരുന്നു. അത് ബോധനം നൽകുന്നതിന് വേണ്ടിയുള്ള അഭിനയം മാത്രമായിരുന്നില്ല. ആ ഭക്തന്മാർക്ക് അവരുടെ ആത്മീയ ഗുരുവിനെ വളരെ കുറഞ്ഞ ചെലവിൽ ആഹ്ലാദഭരിതനാക്കാൻ സാധിക്കുമായിരുന്നില്ല. പ്രഭുപാദരുടെ ശിഷ്യന്മാർക്ക് അദ്ദേഹത്തെ വേണ്ട വിധം സേവിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായ മാനസിക നില മനസ്സിലാക്കി അദ്ദേഹത്തെ സേവിക്കേണ്ടത് ആവശ്യമായിരുന്നു.
പ്രഭുപാദർക്ക് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് പ്രായോഗികവും ഭൂതസ്പർശിയുമായ സേവനമാണ് വേണ്ടിയിരുന്നത്. അവർ വികാര പ്രകടനങ്ങളോടെ അദ്ദേഹത്തെ സേവിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. കഠിനമായി പ്രയത്നിക്കണം. ഭക്തിയുത സേവനം ചലനാത്മകമാണ്. തന്റെ മഹാരാജനെ സേവിക്കാനുള്ള തന്റെ പദ്ധതികളിൽ തന്റെ ശിഷ്യന്മാർ തന്നെ സഹായിക്കണമെന്ന് പ്രഭുപാദർ ആഗ്രഹിച്ചു. വിജയിക്കുന്നതായാൽ ലോകത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ പോരുന്നതാണ് ആ പദ്ധതികൾ. സിമന്റ് ലഭിക്കുക എന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. സുലഭ്യം, ഗുണാർണവനും തേജസ്സും മറ്റും എല്ലായ്പ്പോഴും സിമന്റ് എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാലും ഇന്ത്യയിലെങ്ങും തന്നെ സിമന്റ് ലഭ്യമല്ലെന്ന് തോന്നി. പല മാസങ്ങൾ തുടർച്ചയായി അവർ സർക്കാർ പെർമിറ്റിന് വേണ്ടി കാത്തിരുന്നു. പ്രഭുപാദർ ക്ഷേത്രം തുറക്കുന്നതിനെന്ന പേരിൽ വന്നെത്തിയ ശേഷം ദിവസം തോറും ഭക്തന്മാർ സിമന്റ് ഏതാനും ചാക്കെങ്കിലും കിട്ടുമോ എന്നറിയാൻ ബസ്സിലും റിക്ഷയിലും മറ്റുമായി മധുരയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടിരുന്നു. ഒരു തവണ കിട്ടിയ 20 ചാക്ക് സിമന്റ് എന്തോ മായം ചേർന്നതായിരുന്നു. അവർ അത് ഒരു തൂണ് വാർക്കാൻ ഉപയോഗിച്ചപ്പോൾ 4 ദിവസത്തേക്ക് ഉറയ്ക്കാതെ ഇരിക്കുകയും ഒടുവിൽ പൊട്ടി ഉതിർന്നു പോവുകയും ചെയ്തു. ഒടുവിൽ പണി പൂർത്തിയാകാൻ വേണ്ടത്ര സിമന്റ് വന്നു ചേർന്നപ്പോൾ അത് ശ്രീല പ്രഭുപാദരുടെ സാന്നിധ്യം നിമിത്തമാണെന്ന് ആ ഭക്തന്മാർ ഉറപ്പായി വിശ്വസിച്ചു. പ്രഭുപാദർ സിമന്റ് വരുമ്പോൾ ഓരോ ചാക്കും ഗുണാർണവനെ കൊണ്ട് എണ്ണിച്ചു. രാവിലെ 8 മണി മുതൽ രാത്രി 9:30 മണി വരെ സിമന്റ് ലോറികൾ വന്നെത്തിക്കൊണ്ടിരുന്നു. സിമന്റ് ചാക്കുകൾ ചുമരിലേറ്റ് സംഭരണ ഷെഡിൽ ചെന്നടുക്കാൻ ഓരോ ലോറിയിലും 4 കൂലിക്കാർ വീതം ഉണ്ടാവും. ഗൂർണാർണവൻ ഒരു ബുക്കും പെൻസിലുമായി ആ സമയം മുഴുവൻ ഷെഡിന് പുറത്തുനിന്ന് ഓരോ ചാക്കും വരവെച്ചുകൊണ്ടിരുന്നു. ശ്രീല പ്രഭാതർ തന്റെ വാസസ്ഥലത്ത് നിന്ന് പലതവണ പുറത്തു വന്ന് ഗൗരവത്തോടെ അത് നോക്കിക്കൊണ്ട് നിന്നിരുന്നു. വൈകിട്ട് ആ ജോലി തീർന്നപ്പോൾ അദ്ദേഹം ഗുണാർണവനെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ എത്ര ചാക്കായി എന്ന് പ്രഭുപാദർ ചോദിക്കുകയും ഗുണാർണവൻ സൂക്ഷ്മമായ എണ്ണം പറയുകയും ചെയ്തു. എല്ലാം കൂട്ടിവെച്ചോ? പ്രഭുപാദർ വെച്ചു. ശ്രീല പ്രഭുപാദ് ഒരു വണ്ടി നിറയെ ഉള്ള സ്വർണത്തെ കുറിച്ച് പറയുന്ന പോലെയാണ് പ്രഭുപാദർ ആ സിമന്റിനെ കുറിച്ച് സംസാരിച്ചത്. വീണ്ടും ഒരു ദിഗ്വിജയം. 1975 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശ്രീല പ്രഭുപാദർ വീണ്ടും വിപുലമായ തോതിൽ യാത്ര നടത്തി. അദ്ദേഹം ടോക്കിയോയിലും ഹവായിലും വഴി കിഴക്കോട്ട് സഞ്ചരിച്ച് ലോസ് ആഞ്ചലിലേക്ക് പോയി. യാത്രക്കിടയിൽ ഗവർണർ റെഡ്ഡി രാമനവമി ദിനത്തിൽ വൃന്ദാവന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്ന് സംബന്ധിച്ച വിവരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇപ്രാവശ്യം ക്ഷേത്രോദ്ഘാടനം തീർച്ചയായും നടക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടുള്ള സുരഭിയുടെ പ്രോത്സാഹനജനകമായ റിപ്പോർട്ടും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പ്രഭുപാദർ എഴുതി, എല്ലാം യഥാസമയം പൂർത്തിയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നെ ധൈര്യപ്പെടുത്തുന്നു. ഇതാണ് എനിക്ക് വേണ്ടത്. അടുത്തതായി പ്രഭുപാദർ മെക്സിക്കോ സിറ്റിയിലേക്കും വെനിസുലയിലെ കാരക്കാസിലേക്കും പോയി. അദ്ദേഹം മിമായിലും അറ്റ്ലാന്റയിലും ഡള്ളാസിലും ന്യൂയോർക്കിലും സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് ദ്രുതഗതിയിൽ യാത്ര തുടർന്നു. ഇന്ത്യ വിട്ട ശേഷം 1 മാസത്തിനുള്ളിൽ പിന്നീട് അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും ടെഹ്റാനിൽ അല്പസമയം ചെലവഴിച്ച ശേഷം മാർച്ച് 16-ാം തീയതി ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. അത് 10 വർഷത്തിനുള്ളിൽ പ്രഭുപാദരുടെ 8ാമത്തെ ആഗോള സഞ്ചാരമായിരുന്നു. മായാപൂർ മാർച്ച് 23, 1975. ഇക്കൊല്ലത്തെ ഉത്സവത്തിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി 500ഓളം ഭക്തന്മാർ വന്നുകൂടിയിരുന്നു. അടുത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ തന്റെ പ്രഭാതത്തിലെ നടത്തത്തിന് പോകുമ്പോഴും രാധാമാധവ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും ചരിതാമൃതത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുമ്പോഴും എല്ലാം പ്രഭുപാദരായിരുന്ന പ്രധാന ആകർഷണ കേന്ദ്രം. എല്ലാ ദിവസവും രാവിലെ ക്ലാസ് എടുത്ത ശേഷം അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടൊത്ത് ക്ഷേത്രമുറിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. അർച്ചനാമൂർത്തികളുടെ പ്രതിഷ്ഠാവേദിക്ക് ഇരുവശത്തും ഓരോ വെങ്കല മണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. പ്രഭുപാദർ അർച്ചനാമൂർത്തികളെ വലം വയ്ക്കുമ്പോൾ ആ മണികളിൽ ഒന്നിന്റെ സമീപം ചെന്ന് അതിൽ ബന്ധിച്ചിട്ടുള്ള കയറിൽ പിടിച്ച് പലതവണ മണിയടിക്കും. ആ സമയത്ത് കീർത്തനം അത്യുച്ചത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അദ്ദേഹം അർച്ചനാമൂർത്തികളെ ചുറ്റി നടന്ന് മറുവശത്തെത്തി അവിടെയുള്ള മണി അടിക്കും. ഭക്തന്മാർ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് മേലോട്ടും കീഴോട്ടും ചാടി നൃത്തം വയ്ക്കും. പ്രഭുപാദർ വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ മറ്റേ അറ്റത്തേക്ക് നടന്ന് ആദ്യത്തെ മണിയുടെ അടുത്തെത്തി അതടിക്കും. അങ്ങനെ കുറെ പ്രാവശ്യം അത്യാനന്ദത്തോടെ പ്രദക്ഷിണം നടത്തിയിട്ട് കീർത്തനം അത്യുച്ചത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കുക തന്നെ അദ്ദേഹം ക്ഷേത്രം വിട്ട് പുറത്തു പോകും. പുലർകാലത്ത് തെളിഞ്ഞ സൂര്യപ്രകാശനത്തിലേക്ക് കടന്ന് അദ്ദേഹം വീതിയേറിയ പടിക്കെട്ട് വഴി തന്റെ മുറിയിലേക്ക് നടന്നു കയറും.
പ്രഭുപാദർ വീണ്ടും തന്റെ ഗവേണിംഗ് ബോഡി കമ്മീഷന്റെ വാർഷിക യോഗത്തിന് നേതൃത്വം നൽകും. അവരുടെ തീരുമാനങ്ങൾ നേരിട്ട് അംഗീകരിക്കുകയോ ഭേദപ്പെടുത്തുകയോ ചെയ്യും. ഇസ്കോൺ വാസ്തവത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പ്രഭുപാദർ മദ്രാസിലെ തന്റെ സ്നേഹിതനും വൃദ്ധനുമായ ഗോപാലാചാര്യരോടെ പറഞ്ഞിരുന്നതുപോലെ കൃഷ്ണന്റെ സ്ഥാപനവും അഭിന്നമാണ്. ഭക്തന്മാർ കൃഷ്ണന്റെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ അവർ കൃഷ്ണനെ മറക്കയില്ല. ഭക്തന്മാർ വർഷം തോറും ഇന്ത്യയിലേക്കുള്ള ആ തീർത്ഥയാത്ര മുടങ്ങാതെ നടത്തണമെന്ന് നിർബന്ധിക്കുന്നതിലൂടെ പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സ്ഥാപനമായ ഇസ്കോണിന്റെ ആധ്യാത്മികമായ അടിത്തറ ദൃഢീകരിക്കുകയായിരുന്നു. അദ്ദേഹം ധാമങ്ങൾ കേന്ദ്രങ്ങൾ ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കഠിന പ്രയത്നം നടത്തുകയും ചെയ്തതിന്റെ ലക്ഷ്യം ഭക്തന്മാരെ ഇപ്രകാരം വന്നുകൂടുവാൻ ഇടയാക്കുക എന്നതായിരുന്നു. അദ്ദേഹം തന്റെ അനുയായികൾക്കെല്ലാം വർത്തമാനകാലത്തും ഭാവി കാലത്തും മായാപൂരിലേക്കും വൃന്ദാവനിലേക്കും ശുദ്ധീകരണക്ഷമമായ അഭയസ്ഥാനം ലക്ഷ്യമാക്കണമെന്ന് ആഗ്രഹിച്ചു.